കേരളത്തിൽ ഇടത്തോട്ട് തിരിഞ്ഞ കേരളത്തിന്റെ ജനവിധി വിശകലനം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ. എന്നോടൊപ്പം അതിഥികളുണ്ട്. അതിഥികളിലേക്ക് ചോദ്യവുമായി പോകുന്നതിന് മുൻപ് എസ്.എ. അജിംസ് ചില കണക്കുകളും വിശകലനങ്ങളുമായി ഉണ്ട്. അതിന്റെ ചില വെർച്വൽ ഗ്രാഫിക്സും അജിംസിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അജിംസ്, നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള പറഞ്ഞു എൻ.ഡി.എക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞു നേമത്ത് എന്നതിനപ്പുറം പല മണ്ഡലങ്ങളിലും നിർണായകമായ രീതിയിൽ വളരാൻ സാധിച്ചു, അവരുടെ വോട്ട് വിഹിതത്തിൽ വലിയ വർധനമുണ്ടാക്കാൻ സാധിച്ചു എന്ന നേട്ടത്തെ മറച്ചുവെക്കാൻ കഴിയില്ല എന്ന്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ എവിടെയെല്ലാം എൻ.ഡി.എക്ക് ഏതൊക്കെ മണ്ഡലങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അവരുടെ വോട്ട് വിഹിതത്തിൽ വന്നിട്ടുള്ള വർധനവ് എത്രമാത്രമാണ് അജിംസ്? ഗോപി, നേമത്ത് അക്കൗണ്ട് തുറന്നത് കൂടാതെ മറ്റ് 7 ഇടങ്ങളിൽ 2ാം സ്ഥാനത്തെത്തി എന്നതാണ് BJP സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ഏറ്റവും വലിയ നേട്ടം. ഇതിലെ BJP അവസാന റൗണ്ടിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മഞ്ചേശ്വരം, കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലയിലെ നേമം കൂടാതെ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം എന്നീ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് തന്നെയാണ് എത്തിയത്. ഇവിടെ വളരെ ശക്തമായ മത്സരമാണ് നടത്തിയത്. ഇത് കൂടാതെ ശ്രദ്ധേയമായ മറ്റ് 2 മണ്ഡലങ്ങൾ മലമ്പുഴയിൽ VS അച്യുതാനന്ദനെതിരെയും കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിലും 2ാം സ്ഥാനത്തെത്തുകയുണ്ടായത്. നമുക്ക് ഓരോ മണ്ഡലത്തിലെയും വിശദമായ വോട്ട് ഷെയറുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം മഞ്ചേശ്വരത്തിലേക്ക്. മഞ്ചേശ്വരത്ത് 2011 LDF-ന് ലഭിച്ച വോട്ട് ഷെയർ 26%, UDF-ൻ്റേത് 37%, BJP-ക്ക് 33%. 2016 ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന് 27%, UDF-ന് 36%, BJP-ക്ക് 36% വോട്ട് ഷെയറാണ് ലഭിച്ചിട്ടുള്ളത്. അടുത്തത് കാസർഗോഡ് മണ്ഡലത്തിലെ കണക്കാണ് പരിശോധിക്കുന്നത്. കാസർഗോഡും വളരെ ശക്തമായ മത്സരമാണ് നടന്നത്. 2011 LDF-ന് 14%, UDF-ന് 45%, BJP-ക്ക് 37%, വോട്ട് ഷെയറെങ്കിൽ ഈ തവണ കുറെ കൂടി ശക്തമായ വോട്ട് ഷെയർ അവർ നേരിടുകയുണ്ടായി. 2016 ഈ തവണ LDF-ന് 15%, UDF-ന് 45%, BJP-ക്ക് 39%. അതായത് 2% വർധനമാണ് കാസർഗോഡ് ഉണ്ടായത്. ഇനി മലമ്പുഴ മണ്ഡലത്തിൽ VS അച്യുതാനന്ദനെതിരെ 2ാം സ്ഥാനത്തെത്താൻ BJP-ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും BJP കൈവരിച്ച ശ്രദ്ധേയമായ നേട്ടം. BJP 2011 നേടിയ വോട്ട് ഷെയർ നമുക്ക് പരിശോധിക്കാം. 2011 LDF-ന് 57% വോട്ട് ഷെയർ ഉണ്ടായിരുന്നെങ്കിൽ UDF-ന് 40%. BJP-ക്ക് കേവലം 2% വോട്ട് ഷെയറാണ് 2011 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അതേസമയം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധേയമായ മുന്നേറ്റം അവർ നടത്തുകയുണ്ടായി. LDF-ന് 46% വോട്ട് ഷെയർ ആണെങ്കിൽ UDF-ന് 22% അത് കുറഞ്ഞു. 40-ൽ നിന്ന് 22 കുറഞ്ഞപ്പോൾ BJP-ക്ക് അത് 29% വർധനമാണ് BJP നേടിയിട്ടുള്ളത്. ഏറ്റവും ശ്രദ്ധേയമായ വോട്ട് ഷെയർ വർധന ഇവിടെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ പാലക്കാട്ടും ശക്തമായ മത്സരമാണ് നടന്നിട്ടുള്ളത്. 2011 BJP-യുടെ വോട്ട് ഷെയർ 20% UDF-ൻ്റെ 42%, LDF-ൻ്റേത് 36% ആണെങ്കിൽ ഇക്കുറി അവർ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിരിക്കുന്നു. 2016 ഇക്കുറി അവർ 29%, 9% വർധനമാണ് BJP-ക്ക് ഉണ്ടായിട്ടുള്ളത്. UDF-ൻ്റേത് 42%, LDF-ൻ്റേത് 28%. തൊടുപുഴയിലാണ് വളരെ ശ്രദ്ധേയമായ മറ്റൊരു മുന്നേറ്റം BJP ഉണ്ടാക്കിയിട്ടുള്ളത്. 2011 BJP കേവലം 8% വോട്ട് നേടി അവിടെ ഇപ്പോൾ 2016 അവർക്കുള്ള വോട്ട് ശതമാനം 20%. 2011 LDF-ന് 34%, UDF-ന് 52% ആണെങ്കിൽ 2016 LDF-ന് 22%, UDF-ന് 53% എന്നതും ശ്രദ്ധേയമാണ്. ഇനി കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിലാണ് മറ്റൊരു ശ്രദ്ധേയമായ മത്സരം BJP നടത്തിയിട്ടുള്ളത്. 2011 അവർ BJP നേടിയത് 3% വോട്ട് ഷെയറാണ്. UDF-ന് 42%, LDF-ന് 53%. എങ്കിൽ ഇക്കുറി അവർ കുറെ കൂടി ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിരിക്കുന്നു. ചാത്തന്നൂരിൽ BJP തവണ നേടിയത് 25% വോട്ടാണ്. UDF-ന് 23%, LDF-ന് 41%. ഇനി കഴക്കൂട്ടം മണ്ഡലം, തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തും ശ്രദ്ധേയമായ പോരാട്ടമാണ് BJP നടത്തിയത്. 2011 അവരുടെ വോട്ട് ഷെയർ എങ്ങനെയാണ്? BJP 6% വോട്ട് മാത്രം നേടിയ അവിടെ UDF അന്ന് 46%, LDF 44% വോട്ടാണ് നേടിയത്. ഇക്കുറി അവർ നേടിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ മുന്നേറ്റം തന്നെയാണ്. BJP 32% വോട്ട്, 6%-ൽ നിന്ന് 32%-ത്തേക്കുള്ള ഒരു കുതിച്ചുചാട്ടം അവർ നടത്തിയിരിക്കുന്നു. UDF-ന് 29% വോട്ടായി കുറഞ്ഞു, LDF-ൻ്റേത് 38%. ഇനി വട്ടിയൂർക്കാവിലേക്ക് വന്നാൽ അവിടെയും വിജയപ്രതീക്ഷയോടാണ് BJP മത്സരിച്ചത്. അവരുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ച മണ്ഡലം. 2011 അവരുടെ വോട്ട് ഷെയർ 12% മാത്രമായിരുന്നു. UDF-ൻ്റേത് 50%, LDF-ൻ്റേത് 36%. ഇക്കുറി അവർ നേടിയത് വലിയ മുന്നേറ്റമാണ്. BJP-ക്ക് തവണ 32% വോട്ട് ഷെയർ വർദ്ധിച്ചിരിക്കുന്നു. UDF-ൻ്റേത് അത് 38%, LDF-ന് 30% കുറയുകയും ചെയ്തിരിക്കുന്നു.
ഇനി BJP അക്കൗണ്ട് തുറന്ന നേമത്തെ കണക്കാണ് പരിശോധിക്കേണ്ടത്. 2011 അവർ നേടിയ വോട്ട് ഷെയർ ഇതാണ്. BJPക്ക് കേവലം 17% വോട്ട് ഷെയറാണ് അവിടെ ഉണ്ടായിരുന്നത്. UDFന് 37, LDFന് 43 വോട്ട് ഷെയർ എങ്കിൽ ഇക്കുറി അവർ നേടിയ വോട്ട് വർധന കാണുക. BJPക്ക് തവണ 10%, UDFിൻ്റെ 42%, LDFന് 48% വോട്ട് വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് BJP ഈ രണ്ടാം സ്ഥാനത്തെത്തിയ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ മുന്നേറ്റം നടത്തിയിട്ടുള്ളതായി കാണാം. ഇതിൽ BDJSന്റെ സംഭാവനയും അവഗണിക്കാവുന്നതല്ല ചില മണ്ഡലങ്ങളിലെങ്കിലും എന്നുള്ളതും വ്യക്തമാണ്. കൊല്ലത്തും പാലക്കാടുമുള്ള ചില മണ്ഡലങ്ങളിൽ BDJSന്റെ സംഭാവനയും അവഗണിക്കാവുന്നതല്ല. ഗോപി, റൈറ്റ്, അജിംസാണ് ആ വിവരങ്ങൾ നൽകിയത്. ശ്രീ അഷ്റഫ് കടക്കൽ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് സംസാരിച്ച അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ളയുടെ അവകാശവാദങ്ങളെ നമ്മൾ ശരിവെക്കേണ്ടി വരും. കാരണം NDAക്ക് കഴിഞ്ഞ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ BJPയുടെ പ്രകടനവുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ വോട്ട് ഷെയറിൽ കാര്യമായ വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിയമം മുതൽ അവിടെ നിന്നിങ്ങോട്ട് വ്യക്തമായ ഉദാഹരണങ്ങൾ അക്കാര്യത്തിലുണ്ട്. നിയമം മാറ്റിവെച്ചാൽ തന്നെ രണ്ടാം സ്ഥാനത്തെത്തിയ 7ഓളം മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. 25,000-ൽ പരം വോട്ട് നേടി വോട്ട് ഷെയർ ഉണ്ടാക്കിയ 37ഓളം മണ്ഡലങ്ങളുണ്ട്. 15,000-നും 20,000-നും ഇടയ്ക്ക് വോട്ട് ലഭിച്ച 52ഓളം മണ്ഡലങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ താങ്കൾക്കറിയാം, കേരളത്തിലെ ഇരു മുന്നണികളും BJP എതിർക്കുന്ന കാര്യത്തിൽ മത്സരിച്ചിരുന്നു. എന്നിട്ടും NDAക്ക് BJP ഉൾപ്പെടുന്ന NDA മുന്നണിക്ക് വലിയ രീതിയിൽ വോട്ട് വിഹിതം ഉണ്ടാക്കാൻ കഴിഞ്ഞു. NDAയുടെ ഈ വളർച്ചയ്ക്ക് ആരാണ് ഉത്തരവാദി? ഇതിൽ 2011 കണക്കുകളുമായിട്ടാണ് താരതമ്യപ്പെടുത്തിയത്. 2011 ശേഷം പാർലമെൻറ്റ് ഇലക്ഷനിലെയും പഞ്ചായത്ത് ഇലക്ഷനിലെയും ലോക്കൽ ബോഡീസിലേക്ക് നടന്ന ഇലക്ഷനിലെയും കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ BJPക്ക് ഈ പറഞ്ഞ എല്ലാ മണ്ഡലങ്ങളിലും, ചാത്തന്നൂർ ഒഴിച്ച് മണ്ഡലങ്ങളിലും വളരെ കൃത്യമായി അവരുടെ നില മെച്ചപ്പെടുത്തി വരികയായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തെന്ന് അന്വേഷിക്കുമ്പോൾ, ഉദാഹരണമായിട്ട് ചാത്തന്നൂർ മണ്ഡലത്തിലെ പിന്നെ ജനങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകുന്ന സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെയാണ് UDF അവിടെ ഫീൽഡ് ചെയ്തിരുന്നതെങ്കിൽ ഈ രൂപത്തിലുള്ള ഒരു വിജയം BJPക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. 1. 2, അവിടെ ഈ രണ്ടാം സ്ഥാനത്ത് വന്ന ഗോപകുമാർ കോൺഗ്രസ്സുകാരനാണ്. ഈ അടുത്ത കാലത്ത് മാത്രമാണ് BDJSന്റെ ഭാഗമായി അദ്ദേഹം അങ്ങോട്ട് മാറിയത്. അപ്പോൾ അങ്ങനെ പല പ്രാദേശികമായ ഇത്തരത്തിലുള്ള പല ഘടകങ്ങളും കൂടി പരിഗണിച്ചിട്ട് മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഓരോ മണ്ഡലങ്ങളിലും, മലമ്പുഴ അടക്കമുള്ള മണ്ഡലങ്ങളിലെ, ഇപ്പോൾ മലമ്പുഴയിലും പിന്നെ പഞ്ചായത്ത് ഇലക്ഷനിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോക്സഭാ ഇലക്ഷനിലോ BJPക്ക് ഗണ്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ അസംബ്ലി ഇലക്ഷനിലാണ് അത് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനൊക്കെ അവിടുത്തെ പ്രാദേശികമായ രാഷ്ട്രീയ പശ്ചാത്തലം, കാരണങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ സംഗതികളെ വിശകലനം ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ മണ്ഡലങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് കേരളത്തിൽ BJP ഒരു കുതിച്ചുചാട്ടം തന്നെ നടത്തിയിരിക്കുന്നു എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. മറിച്ച് BJPയുടെ ഈ വളർച്ച, ഈ പ്രകടനം നമുക്കൊരിക്കലും നിഷേധിക്കാനും കഴിയില്ല. വളരെ ഈ പറഞ്ഞ മണ്ഡലങ്ങളിലൊക്കെ തന്നെ വളരെ മിന്നുന്ന പ്രകടനം BJP കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ 2011 കണക്കുകൾ മാത്രം വെച്ച് BJPയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ NDAയുടെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുമ്പോൾ അതിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് PS ശ്രീധരൻ പിള്ളയെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി പിന്നെ ചെങ്ങന്നൂർ മത്സരിച്ചു. അദ്ദേഹത്തിന് നമ്മൾ രാജഗോപാലിൻ്റെ കാര്യത്തിലുള്ളതുപോലെ തന്നെ ഒരു സ്വീകാര്യതയുണ്ട്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിനുള്ള സ്വീകാര്യത, മറ്റു പല ഘടകങ്ങളും പരിശോധിക്കുമ്പോൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ഘടകങ്ങളും പരിശോധിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ 7 മണ്ഡലങ്ങളുടെ ഇപ്പോഴത്തെ റിസൾട്ട് നമുക്ക് പഠിക്കാൻ കഴിയുകയുള്ളൂ. ശ്രീ എം വി ഗോവിന്ദൻ, കേരളത്തിലുടനീളം നമ്മൾ കണ്ട ഈ ഇടത് തരംഗത്തിന് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് UDF ക്യാമ്പുകളിൽ നിന്നുണ്ടാകുന്ന ലളിതമായ വിശദീകരണം, അത് സ്വാഭാവികമായ ഒരു ഭരണ വിരുദ്ധ വികാരം, എല്ലാ കാലത്തും കേരളത്തിലുണ്ടായിരുന്ന 5 വർഷത്തെ ഭരണമാറ്റം എന്നതിനപ്പുറമായി ഒന്നും കാണേണ്ടതില്ല എന്നാണ്. അതിനെ താങ്കൾ ശരിവെക്കുന്നുണ്ടോ? NDAക്ക് അക്കൗണ്ട് തുറക്കാനായതിലും NDAക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള വോട്ട് വിഹിതത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള വർധനവിനും ഇടയാക്കിയ സാഹചര്യം എന്താണ് കേരളത്തിൽ? ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷ ഉള്ളടക്കം
എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ജനവിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. അതായത് ഫാസിസ്റ്റ് വർഗീയ ശക്തികൾ ഒഴിച്ച് ബാക്കി കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളിലും മതനിരപേക്ഷ ഉള്ളടക്കം ഉണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായിട്ട് കണ്ട ഒരു രാഷ്ട്രീയ സവിശേഷത. ജാതി മത വിഭജനം മാത്രമല്ല, മതനിരപേക്ഷ ഉള്ളടക്കത്തിനും ഈ കേരളത്തിൽ വളരെ ഫലപ്രദമായ ജനങ്ങളുടെ ധാരണയിൽ നല്ല സ്വാധീനം എത്രയോ വർഷക്കാലമായി നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം ഇടപെടലിൻ്റെ ഭാഗമായി ഈ കേരളത്തിൽ സൃഷ്ടിക്കാനായിട്ടുണ്ട്. ഈ സൃഷ്ടിക്കാനായ ഇടതുപക്ഷ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കാനാണ് RSSും BJP ഉൾപ്പെടെയുള്ള എല്ലാവരും സജീവമായിട്ട് ശ്രമിച്ചത്. അല്ലെങ്കിൽ വർഗീയവാദ നിലപാടുകൾ സ്വീകരിക്കുന്ന എല്ലാ വിഭാഗവും ശ്രമിച്ചിട്ടുള്ളത്. അതിനെതിരായി കേരളത്തിലെ ജനങ്ങൾ നല്ല നിലയിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് വന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. മറ്റൊന്ന് അഴിമതിയാണ്. അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്. അതിൻ്റെ ജീർണതയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് നല്ല അവബോധമുണ്ട്. അവരതുമായിട്ട് ബന്ധപ്പെട്ട ശക്തിയായ വിമർശനങ്ങൾ കുറേ കാലമായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ. അപ്പോൾ ഈ അഴിമതി അവസാനിപ്പിക്കണമെന്ന ഒരു പൊതുബോധം കേരളീയ സമൂഹത്തിനും ശക്തിയായിട്ടുണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഇപ്പോൾ മാണിയെപ്പോലെയുള്ള ചില ആളുകൾ അവരുടെ സ്വന്തം തട്ടകത്തിൽ ജയിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം അഴിമതിക്കെതിരായിട്ടുള്ള ജനവികാരമില്ല എന്ന് പറയാൻ സാധിക്കില്ല. അഴിമതിക്കെതിരായ ജനവികാരം പൊതുവേ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന് വികസനം ഈ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 35 പരിപാടി ഏതാണ്ട് ഒരു വർഷക്കാലത്തെ ഹോംവർക്ക് നടത്തി എന്താണ് ഭാവി കേരളം നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം കേരളത്തിൽ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. BJP RSS വിഭാഗം ഈ കേരളത്തിൽ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള പ്രചരണം നടത്തിയിട്ടുണ്ട്. 5ഓളം ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള ആകാശത്തിലൂടെയുള്ള യാത്ര, അതുപോലെ തന്നെ അവർ നടത്തിയിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, വലിയ രീതിയിലുള്ള സാമ്പത്തികമായ കൊഴുപ്പ് കൃത്യമായിട്ട് ശ്രീധരൻപിള്ളയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ ചെങ്ങന്നൂർ ഉൾപ്പെടെ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. അതെല്ലാം ഉണ്ടായിട്ടും ഈ കേരളത്തിൽ വർഗീയ ശക്തികൾക്ക് നല്ല രീതിയിൽ മുന്നേറാനായി എന്ന് അവരും ഇപ്പോഴും അവകാശപ്പെടുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതാണ് ഈ കേരളത്തിൽ ഇപ്പോൾ നടന്ന ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പാറ്റേൺ. അന്ന് ഏതാണ്ട് കേരളത്തിൽ 87 നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അന്ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ജില്ലാ പഞ്ചായത്ത് രാഷ്ട്രീയ വശം മാത്രം, ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും കൂട്ടി നോക്കിയാൽ അന്ന് നമുക്ക് യഥാർത്ഥത്തിൽ 87 നിയോജക മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആ 87 എന്നുള്ളത് ഇപ്പോൾ 91 ഉയർന്നിരിക്കുകയാണ്. 2-3 വോട്ടിന് ചെറിയ വോട്ടിനൊക്കെ. KP മോഹനൻ, ഷിബു ബേബി ജോൺ, K ബാബു, PK ജയലക്ഷ്മി തുടങ്ങിയ 4 മന്ത്രിമാർ, സ്പീക്കർ N ശക്തൻ തുടങ്ങിയ പ്രമുഖരായ വ്യക്തികളുടെ തോൽവി ഉണ്ടാകുന്നു. ലീഗ് കോട്ടകളിൽ ഇടതുപക്ഷത്തിന് കടന്നു കയറാൻ പാകത്തിലുള്ള അവസ്ഥയുണ്ടാകുന്നു. RSP, JDU പോലെ UDFിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഘടകകക്ഷികൾക്ക് ഒറ്റ സീറ്റ് പോലും കിട്ടുന്നില്ല. അപ്പോൾ ജനങ്ങളുടെ ഈ വിധിയെഴുത്തിലൂടെ കോൺഗ്രസ് പാർട്ടിയെ അപ്പാടെ തള്ളുന്ന, അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയത്തെ അപ്പാടെ തള്ളുന്ന ഒരു സമീപനമാണോ ഈ ജനവിധിയിൽ ഉണ്ടായിട്ടുള്ളത്? പ്രത്യേകിച്ച് അഴിമതി ആരോപണ വിധേയരായവർ മാറുന്നു. താങ്കൾ പറഞ്ഞു അഴിമതി അത്ര വലിയൊരു വിഷയമായിട്ടില്ല ഈ ജനവിധിയിൽ. അഴിമതി നിറഞ്ഞ സർക്കാരാണ് എന്ന് ഇടതുപക്ഷത്തിൻ്റെ പ്രചാരണ ആയുധം കൃത്യമായി കൊള്ളണ്ടെടുത്ത് കൊണ്ടു എന്നതല്ലേ ഈ പരാജയങ്ങൾ തെളിയിക്കുന്നത്? അഴിമതി ഒരു പ്രധാന ആയുധമായി ഇടതുപക്ഷം ഉപയോഗിച്ചത്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ സംസ്ഥാനതലം പ്രചരണം തുടങ്ങിയ ദിവസം മുതൽ ഉപയോഗിച്ചത് ഒരു തരത്തിൽ പ്രചരണ രംഗത്ത് ഫലം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, തെരഞ്ഞെടുപ്പിൻ്റെ ദിവസത്തിൻ്റെ അവസാന ദിവസം വരെയും മുഖ്യമന്ത്രിക്ക് ഞാൻ അഴിമതി ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വന്നു. അഴിമതിക്കാരനല്ല എന്ന് തെളിയിക്കാൻ കോടതിയിൽ പോകുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി. ആ തരത്തിൽ പ്രചരണ രംഗത്ത് അത് ഉപയോഗപ്പെട്ടു എന്നതല്ലാതെ, അത് കുറച്ചു കാണുകയുള്ള പ്രചരണ രംഗത്ത് ഉപയോഗപ്പെട്ടു. എന്നാൽ അഴിമതിക്കെതിരെ നമ്മളീ പറഞ്ഞതുപോലെ UDF ഗവൺമെൻറ്റിൻ്റെ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് കൊള്ളരുതായ്മകൾക്കെതിരെ, ഒരുപാട് കാപട്യങ്ങൾക്കെതിരെ
എനിക്ക് തോന്നുന്നത്, എൻ്റെ വിലയിരുത്തൽ ഇപ്പോഴും അഴിമതിയേക്കാൾ ഉപരി അവർ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി കാണിച്ച കാപട്യങ്ങൾക്കെതിരെയുള്ള ഒരു വിലയിരുത്തൽ കൂടിയ ഒരു വിധിയെഴുത്തു കൂടിയായിട്ട് വേണം ഇതിനെ കാണാൻ. ഉദാഹരണത്തിന് അവർ പറഞ്ഞിരുന്ന വികസനം എന്ന് പറഞ്ഞ അവർ അവസാന ദിവസങ്ങളിൽ അടുത്ത 4 കൊല്ലം കൊണ്ടോ 5 കൊല്ലം കൊണ്ടോ തീരില്ല എന്ന് അവർക്ക് പോലും ഉറപ്പുള്ള പദ്ധതികൾ പോലും അവസാന ദിവസങ്ങളിൽ ഉദ്ഘാടനം ചെയ്യുകയും പബ്ലിക് റിലേഷൻ വകുപ്പിന് മാത്രമല്ല പബ്ലിക് റിലേഷൻസ് സ്ഥാപനങ്ങളെയും ഈ മീഡിയ മാനേജ്മെൻറ്റ്, ന്യൂസ് മാനേജ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളെ ഉപയോഗിച്ചിട്ട് ഇതൊരു എന്തോ ഒരു അതിഭയങ്കരമായി വികസിച്ചു കഴിഞ്ഞ സംസ്ഥാനമാണ് എന്ന തരത്തിലുള്ള ഒരു പ്രചരണം അവർ നടത്തിയപ്പോൾ, അത് സംസ്ഥാന തലത്തിൽ നടത്തിയെങ്കിൽ തന്നെയും അതത് പ്രദേശത്തെ ജനങ്ങൾക്കറിയാമായിരുന്നുവല്ലോ എവിടെ എത്തിയെന്ന്. ഇപ്പം മെട്രോ ഇതാ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു, മെട്രോ ഓടിത്തുടങ്ങി. എൻ്റെ ആലുവ മുതൽ പിന്നെ ഇവിടെ വരെ പാലാരിവട്ടം വരെ ഒന്നാം ഘട്ടത്തിൽ മെട്രോ ഓടി തുടങ്ങിയതായിരുന്നു കേരളത്തിലെ മുഴുവൻ പത്രങ്ങളിലും കൊടുത്തിരുന്ന പരസ്യം. അവരുടെ ലഘുലേഖകളിൽ, അവരുടെ പ്രകടന പത്രികകളിലൊക്കെ അടിച്ചിരുന്നത് ഒരു ചിത്രവും കൊടുത്തിട്ട് നടത്തും. പക്ഷേ ആ മണ്ഡലത്തിലെ ആളുകൾക്ക് അറിയാമല്ലോ അത് ആയിട്ടില്ലാന്ന്. അങ്ങനെ തന്നെ ആയിരുന്നു ഇവർ നടത്തിയിരുന്ന ഏതാണ്ട് ഈ പ്രചരണത്തിന് വേണ്ടി മാത്രം നടത്തിയ വികസന പ്രവർത്തനങ്ങളെ എല്ലാം ജനങ്ങൾ കണ്ടത് അങ്ങനെയല്ലേ. എനിക്കിപ്പോഴും തോന്നുന്നത് അഴിമതി ഒന്നാമത്തെ പ്രശ്നമല്ല, പക്ഷേ അതിനേക്കാൾ കൂടുതൽ പ്രശ്നമായി വന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ നഗ്നമായ കാപട്യം, വഞ്ചന, രാഷ്ട്രീയക്കാർ ജനങ്ങളെ പറ്റിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു UDFന്റെ പ്രചരണം. അതിനെതിരെയുള്ള ഒരു വിധിയെഴുത്തു കൂടിയായി വേണം ഇത് കാണാൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. ജനവിധിയുടെ ഈ വിശകലന പരിപാടി നമ്മൾ തുടരും. നമ്മളോടൊപ്പം CPM-നെ പ്രതിനിധീകരിച്ച് ശ്രീ MV ഗോവിന്ദൻ, ശ്രീ KT കുഞ്ഞിക്കണ്ണനുമുണ്ട്. ഫോർവേഡ് ബ്ലോക്കിന്റെ ശ്രീ G ദേവരാജൻ, രാഷ്ട്രീയ നിരീക്ഷകൻ അഷ്റഫ് കടക്കൽ, ഒപ്പം തന്നെ BJP-യുടെ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള, മീഡിയ വൺ കോർഡിനേറ്റിംഗ് എഡിറ്റർ PT നാസർ എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമായി നിൽക്കും. ഈ തെരഞ്ഞെടുപ്പ് വിധിയിലെ വൻ വീഴ്ചകൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് കടപുഴകി വീണ വൻ വൃക്ഷങ്ങൾ, അതിന്റെ വിശദാംശങ്ങളുമായി അജിംസ് ചേരും ഇടവേളയ്ക്ക് ശേഷം. ഇടതു തരംഗം പ്രകടമായ കേരളത്തിലെ ജനവിധിയിൽ വിജയിച്ചു കയറിയ പ്രമുഖരാരൊക്കെ, കടപുഴകിയ വൻ വൃക്ഷങ്ങൾ ഏതൊക്കെ? SA അജിംസ് ഇതിന്റെ വെർച്വൽ റിയാലിറ്റി ഗ്രാഫിക്സുമായി അജിംസ് ഉണ്ട് ഞങ്ങളുടെ ന്യൂസ് ഫ്ലോറിൽ നിന്ന്. അജിംസ്, ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിത്വങ്ങൾ ആരൊക്കെ? അപ്രതീക്ഷിതമായി വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയവർ ആരൊക്കെ? ഗോപി, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മുതൽ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ മുതൽ മന്ത്രിമാർ, MLA-മാർ, പ്രമുഖരായ പലരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സ്റ്റാർ കാൻഡിഡേറ്റ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത്. അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. K. സുധാകരനായിരുന്നു ഏറ്റവും താരമൂല്യമുള്ള ഒരു പക്ഷേ കേരളത്തിലെ ഒരു സ്ഥാനാർത്ഥി. ഉദുമയിൽ അദ്ദേഹം തൻ്റെ തട്ടകം വിട്ട് കാസർഗോഡ് ജില്ലയിലെ ഉദുമയിൽ പോയി മത്സരിച്ചു എന്നുള്ളതാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ അദ്ദേഹം തോൽക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 2015 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടായിരുന്നില്ല. 2016 അദ്ദേഹം ഉദുമയിൽ മത്സരിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥിയോട് തോൽക്കുകയാണ് ഉണ്ടായത്. CK ജാനുവാണ് മറ്റൊരു സ്ഥാനാർത്ഥി. ഒരു പക്ഷേ ആദിവാസി ഗോത്ര മഹാസഭ എന്നൊരു സാമൂഹ്യ പ്രസ്ഥാനത്തിൽ നിന്ന് NDA-യിലേക്ക് ഒരു രാഷ്ട്രീയ പരകായ പ്രവേശനം നടത്തി. പക്ഷേ 2011 അവർ മത്സരിച്ചിട്ടുണ്ടായിരുന്നില്ല. മുൻപ് ചില തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ അവർ മത്സരിച്ചിട്ടുണ്ട്. ഇക്കുറി അവരുടെ കന്നി അംഗത്തിൽ, നിയമസഭയിലേക്കുള്ള കന്നി അംഗത്തിൽ അവർ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. KC ജോസഫാണ് ഒരുപക്ഷെ ഏറ്റവും വിവാദമുണ്ടാക്കിയ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ഏറ്റവും വിവാദമുണ്ടാക്കിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പ്രകടനവും പ്രതിഷേധവും നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം മികച്ച ഭൂരിപക്ഷത്തോടെ 9647 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. പക്ഷേ 2011 ഭൂരിപക്ഷത്തേക്കാൾ കുറവാണ്. 11757 പോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം. പിണറായി വിജയനാണ് മറ്റൊരു താരമൂല്യമുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഇത്തവണ CPM പോളിറ്റ് ബ്യൂറോ അംഗമായിക്കൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നേരിട്ട്. ധർമ്മടത്ത് അദ്ദേഹം 36,905 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചു കയറിയത്. O. രാജഗോപാൽ NDA-യുടെ ഏറ്റവും താരമൂല്യമുള്ള ഏറ്റവും ജനകീയനായ സ്ഥാനാർത്ഥിയായിരുന്നു. 2011 അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ തോറ്റിരുന്നു. 2016 ആദ്യമായി BJP-ക്ക് അക്കൗണ്ട് തുറന്നുകൊണ്ട് 8671 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് O. രാജഗോപാൽ നേമത്ത് ജയിച്ചത്. MK മുനീറാണ് കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ മത്സരിച്ച MK മുനീർ. അദ്ദേഹം 2011-നേക്കാൾ ഭൂരിപക്ഷം അദ്ദേഹത്തിന് കൂടുകയാണ് ഉണ്ടായത്.
6327 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് എം കെ മുനീർ കോഴിക്കോട് സൗത്തിൽ ജയിച്ചത്. കെ കെ രമയാണ് മറ്റൊരു ശ്രദ്ധേയയായ സ്ഥാനാർത്ഥി. വടകരയിൽ അവർ തോറ്റുപോയെങ്കിലും 2016 വോട്ടുകളാണ് അവർ നേടിയത്. പക്ഷേ ഒരു ശ്രദ്ധേയമായ മത്സരം കാഴ്ചവെക്കാൻ വടകരയിൽ കെ കെ രമയ്ക്കായി. ഗോപി, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ. കൂടാതെ മഞ്ഞളാംകുഴി അലി പെരിന്തൽമണ്ണയിൽ വളരെ ശക്തമായ മത്സരമാണ് മഞ്ഞളാംകുഴി അലി വി ശശികുമാറുമായി നടത്തിയത്. 2011 9589 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചെങ്കിലും 579 വോട്ട് മാത്രമാണ്, ഭൂരിപക്ഷം മാത്രമാണ് ഇക്കുറി മഞ്ഞളാംകുഴി അലിക്ക് പെരിന്തൽമണ്ണയിൽ നേടാനായത്. ഇനിയുള്ള കുഞ്ഞാലിക്കുട്ടിയാണ്, പി കെ കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ. അദ്ദേഹം 2011 38,237 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയെങ്കിൽ നേരിയ കുറവ് ഇക്കുറിയുണ്ടായി. 38,057 വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഭൂരിപക്ഷം ലഭിച്ചത്. പി കെ അബ്ദുൾ റബ്ബാണ് ശ്രദ്ധേയനായ മറ്റൊരു സ്ഥാനാർത്ഥി. തിരൂരങ്ങാടി മണ്ഡലത്തിൽ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം 30,208 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയെങ്കിലും ഇക്കുറി ശക്തമായ മത്സരമാണ് നേടുന്നത്. 6,043 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് അബ്ദുൾ റബ്ബിന് നേടാനായത്. ഇനി വി എസ് അച്യുതാനന്ദനാണ് പ്രതിപക്ഷ നേതാവ് മലമ്പുഴയിൽ. അദ്ദേഹം 2011 23,440 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയെങ്കിൽ ഇക്കുറി അത് വർദ്ധിപ്പിച്ച് 27,142 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചു കയറിയത്. ഇനി വലിയ വീഴ്ചകളാണ് നമുക്ക് പരിശോധിക്കേണ്ടത്, വലിയ സ്ഥാനാർത്ഥികളുടെ വീഴ്ചകൾ നമുക്ക് കാണാം. കൊടുവള്ളി മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ കോട്ടയായ കൊടുവള്ളി മണ്ഡലത്തിൽ എം എ റസാഖ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി തോറ്റു. കാരാട്ട് റസാഖ് ആണ് അവിടെ വിജയിച്ചു കയറിയത്. കേവലം 573 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചതെങ്കിലും കാരാട്ട് റസാഖിൻ്റെ വിജയം ശ്രദ്ധേയമാണ്. കൽപ്പറ്റയിൽ സി കെ ശശീന്ദ്രൻ, വയനാട്ടിലെ ഏറ്റവും ജനകീയനായ CPM നേതാവ്, അദ്ദേഹം 13,083 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ചത് എം വി ശ്രേയാംസ് കുമാറിനെയാണ്. നിലമ്പൂരിൽ PV അൻവർ തോൽപ്പിച്ചത് ആര്യാടൻ മുഹമ്മദ് നിരന്തരം ജയിച്ചു പോന്ന നിലമ്പൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ മകനായ ആര്യാടൻ ഷൗക്കത്തിനെ അദ്ദേഹം 11,504 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് തോൽപ്പിച്ചത്. തിരൂരങ്ങാടിയിൽ പി കെ അബ്ദുൾ റബ്ബ് ജയിച്ചു കയറുകയാണ് ഉണ്ടായത്. 6,043 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് തിരൂരങ്ങാടിയിൽ അദ്ദേഹത്തിനുണ്ടായത്. താനൂർ മണ്ഡലത്തിൽ പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മുഹ്സിൻ, JNU വിദ്യാർത്ഥി കൂടിയായ അദ്ദേഹം മുഹമ്മദ് മുഹ്സിൻ തോൽപ്പിച്ചത് അവിടുത്തെ സിറ്റിംഗ് MLA ആയ CP മുഹമ്മദിനെയാണ്. ഭൂരിപക്ഷം 7,404. ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടൻ്റെ കുത്തക മണ്ഡലമായിരുന്ന ഇരിങ്ങാലക്കുട പിടിച്ചിരിക്കുന്നു. LDF സ്ഥാനാർത്ഥി KU അരുണൻ 2000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന്. തൃപ്പൂണിത്തുറയിലാണ് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം. M സുരാജ് മന്ത്രി K ബാബുവിനെ തറപറ്റിച്ചത് 4,467 വോട്ടിനാണ്. കോതമംഗലം മണ്ഡലത്തിലാണ് വളരെ ശ്രദ്ധേയമായ മറ്റൊരു അട്ടിമറി വിജയം എന്ന് പറയാവുന്ന വിജയം നേടിയിട്ടുള്ളത്. കോതമംഗലത്ത് ആകെ 2 തവണ മാത്രമാണ് LDF സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുള്ളത്. 1967 സപ്തകക്ഷി മുന്നണിയുടെ കാലത്ത് TM മീദീൻ CPM സ്ഥാനാർത്ഥി ജയിച്ചു. പിന്നീട് 2006 തെരഞ്ഞെടുപ്പിൽ TU കുരുവിളയാണ് LDF സ്ഥാനാർത്ഥിയായി, ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായി ജയിച്ചത്. ഇവിടെ വലിയ വിജയം 19,000 വോട്ടിൻ്റെ വിജയത്തിനാണ് ആന്റണി ജോൺ ജയിച്ചു കയറിയത്. മൂവാറ്റുപുഴയിൽ വളരെ ശ്രദ്ധേയമായ മത്സരത്തിൽ കോൺഗ്രസ് MLA ആയ ജോസഫ് വാഴക്കനെ 9,375 വോട്ടിന് തോൽപ്പിച്ചുകൊണ്ട് CPI സ്ഥാനാർത്ഥിയും AIF നേതാവുമായ എൽദോ അബ്രഹാം അവിടെ അട്ടിമറി വിജയം നേടിയിരിക്കുന്നു. ചെങ്ങന്നൂരിലാണ് വളരെ ശ്രദ്ധേയമായ മറ്റൊരു ത്രികോണ മത്സരം നടന്ന ചെങ്ങന്നൂരിൽ PC വിശ്വനാഥിനെ, സിറ്റിംഗ് MLA ആയ വിശ്വനാഥിനെ തോൽപ്പിച്ചത് KK രാമേന്ദ്രൻ നായർ 7,983 വോട്ടിനാണ്. പൂഞ്ഞാർ മണ്ഡലത്തിലാണ് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഇരു മുന്നണികളെയും അസ്തപ്രജ്ഞരായിക്കൊണ്ട് അവരെ തറപറ്റിച്ചുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച PC ജോർജ് വിജയിച്ചത്. ഇരവിപുരത്ത് മറ്റൊരു അട്ടിമറി വിജയം. RSP നേതാവ് A അസീസിനെ M നൌഷാദ് തോൽപ്പിച്ചത് 28,803 വോട്ടുകൾക്കാണ്. ചവറ മണ്ഡലത്തിൽ മന്ത്രി കൂടിയായ ഷിബു ബേബി ജോണിനെ തറപറ്റിച്ചിരിക്കുന്നു വിജയൻ പിള്ള 6,189 വോട്ടിന്. നേമം മണ്ഡലത്തിലാണ് വളരെ ശ്രദ്ധേയമായ BJPയുടെ അക്കൗണ്ട് തുറക്കുന്ന വിജയമുണ്ടായത്. O രാജഗോപാൽ 8,671 വോട്ടിൻ്റെ വിജയം നേമത്ത് നേടിയിരിക്കുന്നു. റൈറ്റ്, വലിയ വിജയവും വലിയ പരാജയങ്ങളും ഏറ്റുവാങ്ങിയ സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ കണ്ടത്. ശ്രീ MV ഗോവിന്ദൻ, ഈ തെരഞ്ഞെടുപ്പിലെ പ്രചാരണം ഒന്നായി തന്നെ നോക്കിയാൽ അതിലെ സ്റ്റാർ ക്യാമ്പയിനർ VS അച്യുതാനന്ദനായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളം അനുഭവിച്ച ഇടത് തരംഗത്തിൽ എത്രത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട് VS ഫാക്ടർ? പ്രത്യേകിച്ചും തൃപ്പൂണിത്തുറയിൽ M സുരാജിന്റെ വിജയം, പലയിടങ്ങളിലും ഉണ്ടായിട്ടുള്ള അപ്രതീക്ഷിതമായ മുന്നേറ്റങ്ങൾ, എത്രത്തോളം VS ഫാക്ടർ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്? VS ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വമാകെ അഖിലേന്ത്യാ നേതാക്കന്മാരുൾപ്പെടെ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, അതുപോലെ തന്നെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ, PB മെമ്പർമാർ, അവരെല്ലാം ഈ കേരളത്തിലെ ഇലക്ഷൻ പ്രചരണത്തിൽ
വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. ആ രീതിയിൽ എല്ലാവരുടെയും കൂട്ടായ പ്രയത്നവും അതിനെ തീർച്ചയായിട്ടും പറ്റാവുന്ന രീതിയിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഞങ്ങളുടെ സംഘടനാ മിഷനറിയും ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഈ വിജയം നേടാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരാളുടെ പ്രത്യേകമായ കഴിവ് കൊണ്ട് മാത്രമാണ് ഈ വിജയങ്ങളെല്ലാം ഉണ്ടായത് എന്ന് പറയാൻ സാധിക്കുന്നതല്ല. VS ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും കൂട്ടായ്മയും കൂട്ടായ നേതൃത്വവും അവരെല്ലാം നടത്തിയിട്ടുള്ള ശരിയായ രീതിയിലുള്ള ക്യാമ്പയിനും എല്ലാം ചേർത്തുകൊണ്ടാണ് ഈ നേട്ടമുണ്ടാക്കുന്നതിന് കേരളത്തിൽ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. അതായത് ഇവിടെ അക്കൗണ്ട് തുറന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഇവിടെ വിശകലനം ചെയ്തുകൊണ്ടും പറയുകയുണ്ടായി. അക്കൗണ്ട് ഇവിടെ തുടങ്ങി അല്ലെങ്കിൽ കേരളത്തിൽ ആരംഭിച്ചു BJPക്ക് എന്നുള്ള ഒരു വാദം ഇവിടെ ശക്തിയായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. BJPക്ക് 14.99% വോട്ടാണ് കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് കിട്ടിയത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 14.22% വോട്ട് അവർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊട്ടിഘോഷിക്കുന്നത് പോലെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശേഷമുള്ള ഈ കാലത്തിനിടയിൽ BDJS ഉൾപ്പെടെയുള്ള പുതിയ പാർട്ടിയും കൂട്ടുമുന്നണിയും NDA എന്നുള്ള രീതിയിലുള്ള കൂട്ടുകെട്ട് എല്ലാം ഉണ്ടായിട്ടും അവർക്ക് ആ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കേരളത്തിലാകെ സാധിച്ചിട്ടില്ല. ചില മണ്ഡലങ്ങളിലുണ്ടായി എന്നുള്ളത് ശ്രീധരൻപിള്ള പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. എന്നാൽ കേരളത്തിലുടനീളം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതാണ് സ്ഥിതി. ഇപ്പോഴേ അക്കൗണ്ട് തുടങ്ങി എന്ന് പറയുന്ന നിയമം നിയോജക മണ്ഡലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ പരിപൂർണമായിട്ടുള്ള പിന്തുണ സാധാരണ രീതിയിൽ BDJSൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരുടെയോ അല്ല. തീർച്ചയായിട്ടും UDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ്. UDFൻ്റെ വോട്ട് 13,680 ചുരുങ്ങി. എവിടെന്നാ 32,639 അവിടെ UDFൻ്റെ യഥാർത്ഥ വോട്ട്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള UDFൻ്റെ വോട്ട് 32,639. ആ വോട്ടാണ് 32,639 വോട്ടാണ് യഥാർത്ഥത്തിൽ 13,680 വോട്ടായിട്ട് ചുരുങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് UDFൻ്റെ പകുതിയിലധികം വോട്ട്, ചെറിയ വോട്ടല്ല, പകുതിയിൽ 50%, ഏതാണ്ട് 55%-ഓളം വോട്ട്. PS ശ്രീധരൻപിള്ള, ഇതിന് താങ്കൾക്ക് മറുപടി ഉണ്ടോ? ഈ പറഞ്ഞ കാര്യം പ്രത്യേകിച്ച് നിയമമണ്ഡലം എടുക്കുകയാണെങ്കിൽ ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ തന്നെ ആ കണക്ക് 32,639 ആയിരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ട് നില UDFൽ നിന്ന് 13,860 നിങ്ങൾ നേമത്ത് സമാഹരിച്ച വോട്ടുകളിലെ വലിയ ഭാഗം അത് UDFൽ നിന്നും കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടതാണ്. അവിടെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്ന ആരോപണങ്ങൾക്ക് ഒരു പരിധിവരെ വിലയുണ്ടാകുന്നതും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ അവിടുത്തെ വോട്ട് നില 20,248 ആയിരുന്നു. ആ വോട്ട് ചോർച്ചയെക്കുറിച്ചാണ് ശിവൻകുട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപണം ഉന്നയിച്ചത്. ഒപ്പം തന്നെ ശ്രീ MV ഗോവിന്ദൻ നടത്തിയിട്ടുള്ള നിരീക്ഷണത്തിലുള്ള താങ്കളുടെ പ്രതികരണം. അപ്പോൾ ഇതിൽ അദ്ദേഹം ഒരു കാര്യം, അദ്ദേഹം കണക്ക് വെച്ച് ശതമാനക്കണക്കാണ് പറയുന്നത്. ആ ശതമാനക്കണക്കിൽ ഞാൻ രണ്ട് കാര്യം, അച്യുതാനന്ദന് കിട്ടിയ വോട്ട് പെർസെൻറ്റേജ് കഴിഞ്ഞ തവണ കിട്ടിയതുപോലെ വോട്ട് ഷെയർ അദ്ദേഹത്തിന് കിട്ടിയോ? കുറവല്ലേ? കണക്ക് പറഞ്ഞാണല്ലോ. ഇപ്പോൾ എൻ്റെ മണ്ഡലം ചെങ്ങന്നൂരിൽ 46% വോട്ട് കിട്ടിയ സ്ഥാനത്ത് ഇന്നത് 34ആണ്. PC വിഷ്ണുവിന് 51% കിട്ടിയ സ്ഥാനത്ത് ഞങ്ങൾ 4% കിട്ടിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 4% കിട്ടിയത് 30% വർദ്ധിച്ചു. അതായത് 6,000 വോട്ട് ഇപ്പം 43,000 വോട്ടാണ്. നിങ്ങൾക്ക് അതൊന്നും വിഷയമല്ല, നിങ്ങളുടെ ആളത് അവതരിപ്പിച്ചില്ല. ഞാൻ അതുകൊണ്ട് ശതമാനത്തിലൊക്കെ നമ്മൾ പോകുന്നെങ്കിൽ ഒറ്റ വാക്കിൽ ഞാൻ ഗോവിന്ദ മാഷോട് ചോദിക്കാം. ഇപ്പോൾ O രാജഗോപാൽ, ഇത് ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ പഠിച്ചിട്ട് പറയാം. O രാജഗോപാലിന് 2004 2,28,000 വോട്ട് കിട്ടി. ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് 2,70,000 വോട്ട് കിട്ടി. ഈ വോട്ടിൽ 1,30,000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തിനുള്ളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? ഇടതുപക്ഷത്തിൻ്റെ വോട്ടല്ലേ രാജഗോപാലിക്ക് വന്നത്? നിങ്ങൾക്കല്ലേ കുറഞ്ഞത്? ഇങ്ങനെ ഓരോന്നും എടുത്ത് പരിശോധിച്ചോളൂ. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ഈ നിങ്ങൾ പറഞ്ഞ മണ്ഡലങ്ങളെ മൊത്തം എടുത്ത് പരിശോധിച്ചോളൂ. നിങ്ങൾ പറഞ്ഞ മാത്രം, ഞാൻ നിങ്ങളുടെ ആൾ അവതരിപ്പിച്ച മാത്രം നോക്കിക്കോളൂ. അവിടെയെല്ലാം ജയിച്ചു, സാങ്കേതികമായി ജയിച്ചു. നമ്മുടെ ഇലക്ഷൻ സിസ്റ്റം അങ്ങനെയാണ്. പക്ഷേ അവിടെയെല്ലാം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാൾ ജയിച്ച ഇടതുപക്ഷം അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർക്ക്, ഞങ്ങളുടെ രാമേന്ദ്രൻ നായർ ഉൾപ്പെടെയുള്ള ചെങ്ങന്നൂരിൽ ഉൾപ്പെടെ എല്ലാവരുടെയും വോട്ട് ഷെയർ, പോപ്പുലർ വോട്ട് ഷെയർ കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഒരു സംഘടന വിലയിരുത്തേണ്ടത്. ബംഗാളി മാത്രമല്ല, കേരളത്തിലും ആ നിലയ്ക്ക് വിലയിരുത്തുമ്പം ഗോവിന്ദ മാഷയുടെ കക്ഷി താഴോട്ടാണ്. അത് ഞങ്ങൾക്ക് ഫെർട്ടൈലാണ്, ഞങ്ങളെ ഇൻവെസ്റ്റ്മെൻ്റാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആ മാറ്റത്തിലേക്കുള്ള പ്രവണതയാണ് എനിക്ക് നൽകുന്ന ആശ്വാസം. വളരെ ചെറിയൊരു ഇടവേള എടുത്ത ശേഷം അതിഥികളിലേക്ക് വളരെ വേഗം തിരിച്ചു വരാം.
ചർച്ചയിലേക്ക് വീണ്ടും എന്നോടൊപ്പം CPM പ്രതിനിധി ശ്രീ KT കുഞ്ഞിക്കണ്ണനുണ്ട്. ഒപ്പം തന്നെ മറ്റതിഥികളും എല്ലാവരും എന്നോടൊപ്പമുണ്ട്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുമ്പോൾ നേരത്തെ ശ്രീ PT നാസർ പറഞ്ഞതുപോലെ ഭീതിയുടെ ഒരു തരംഗം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് എന്ന നിലയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ ഒന്നാകെ ഇടതുപക്ഷത്തേക്ക് പോകുന്നതാണ് ഇടതുപക്ഷത്തിനുണ്ടായ ഈ വൻ വിജയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ നായർ വോട്ടുകളിൽ വലിയൊരു ശതമാനം BJPയിലേക്ക് അല്ലെങ്കിൽ NDAയിലേക്ക് പോകുന്നൊരു സാഹചര്യം ആയിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസ് അടിത്തറയെ ദുർബലമാക്കിയത്. ഇതിൻ്റെ അർത്ഥം കോൺഗ്രസ് അപ്രസക്തമാകുന്ന ഒരു രാഷ്ട്രീയം, ഒരു ഭാവി രാഷ്ട്രീയം കേരളത്തെ കാത്തിരിക്കുന്നു എന്നാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ എല്ലായിടത്തും BJP വളർന്നു വന്ന സംസ്ഥാനങ്ങളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അവിടെ ആദ്യം അപ്രസക്തമാകുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളാണ് ഇന്ന് BJP വളരുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ അരുണാചൽ പ്രദേശ് നോക്കിയാൽ അവിടെ തന്നെ അബാൻ തൂക്കി എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രിയെ കോൺഗ്രസ്സുകാർ BJPയുടെ കൂടെ ചേർന്നിട്ടാണ് ഈ 356 വകുപ്പ് പ്രയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും BJP വളർന്ന എല്ലായിടത്തും ഇതാണ് അവസ്ഥ. ഇവിടെ പ്രശ്നം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJPക്കെതിരായിട്ട് RSSനെതിരായിട്ട് അത് ഉയർത്തുന്ന അസഹിഷ്ണുതക്കും അക്രമോത്സവത്തിനെതിരായിട്ട് രാഷ്ട്രീയമായ ചില പ്രസ്ഥാനം നടക്കുന്നതിന് ഐഡിയോളജിക്കലായിട്ട് ഇതിനെ എതിർക്കാനുള്ളൊരു സമീപനമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളിലാണ്, കോൺഗ്രസിൻ്റെ സ്വാധീന മേഖലയിലാണ് അവർ അക്കൗണ്ട് തുറക്കാൻ ശ്രമിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ സ്വാധീന മേഖലകളിൽ അവർക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല. കാരണം ഇടതുപക്ഷം പ്രത്യയശാസ്ത്രപരമായി എതിർക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്നൊരു പ്രശ്നം, ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും നമ്മുടെ ഈ കണക്കുകളൊക്കെ സംസാരിക്കുമ്പോൾ സാമൂഹ്യശാസ്ത്രപരമായിട്ട് നമ്മൾ ആലോചിക്കുമ്പം ഇന്ന് സംഘപരിവാറിന് ഫാസിസ്റ്റ് ഭീഷണിക്കെതിരായിട്ട് പ്രത്യയശാസ്ത്രപരമായ സമരം പ്രധാനമാണ്. രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇന്ന് പ്രതിഫലിക്കുന്ന ഹിന്ദുത്വാഭിമുഖത്തെ ചെറുക്കണമെങ്കിൽ, പ്രതിരോധിക്കണമെങ്കിൽ ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള പ്രത്യയശാസ്ത്ര രംഗത്തെ പ്രവർത്തനം പ്രധാനമാണ്. കോൺഗ്രസിന് അങ്ങനെ ഒരു ആലോചനയേ ഇല്ല. റൈറ്റ്. NDAയുടെ മുന്നേറ്റമായി നമ്മൾ കാണുന്ന ശ്രീ PT നാസർ, നേമത്തെ ഒരു സീറ്റ് മാത്രമല്ല ശതമാനക്കണക്കിന്, അതായത് വോട്ട് ഷെയറിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ അവരുടെ മുന്നേറ്റത്തെ വിലയിരുത്തുന്നത്. ഈ വോട്ട് ഷെയർ ഇതിന് അടിസ്ഥാനമാക്കി മാനദണ്ഡമാക്കുന്നതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഈ പാർട്ടികൾക്ക് കിട്ടുന്ന വോട്ട് ഷെയർ, അതിൽ വരുന്ന വർധനവ്, ആ വർധനവാണല്ലോ നമ്മൾ ശതമാനക്കണക്കിൽ ഓരോ തെരഞ്ഞെടുപ്പിലും എത്ര ശതമാനം വീതം വർദ്ധിച്ചു എന്ന് നമ്മൾ വിലയിരുത്തുന്നത്. പക്ഷേ അത് ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഒരു രാത്രിയിൽ തന്നെ ഇരുന്ന് ഇതിൻ്റെ ശതമാനക്കണക്കിൽ വന്ന ഓരോ പാർട്ടിക്കും കിട്ടിയ ശതമാനക്കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തുന്നത് ശരിയല്ലെന്നും അതിന് സമയമായിട്ടില്ല എന്നുമാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ ഫലങ്ങൾ ഇപ്പോൾ BJPയെ സംബന്ധിച്ചെടുത്ത് പറയുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ NDAയെ സംബന്ധിച്ചെടുത്ത് പറയുകയാണെങ്കിൽ തന്നെ, അവർക്ക് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കിട്ടിയ വോട്ടിലെ 1%, 2%, അല്ലെങ്കിൽ 5% വരെയെങ്കിലുള്ള വർധന, അതിൻ്റെ പ്രതിഫലനം, അതിൻ്റെ പ്രത്യാഘാതമെന്നോ പ്രതിഫലനമെന്നോ ഫലമെന്നോ എന്താണെങ്കിലും പറയാവുന്ന ആ സംഗതി ഉണ്ടാകാൻ പോകുന്നത് ദീർഘകാലാടിസ്ഥാനത്തിലാണ്. ഒരുപക്ഷേ അടുത്ത 5 വർഷത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് അതിൻ്റെ പ്രതിഫലം ഉണ്ടാകുമ്പോൾ. അതേസമയത്ത് ഇപ്പോൾ നമ്മൾ നടത്തി വോട്ട് എണ്ണിക്കഴിഞ്ഞ മണ്ഡലങ്ങളിലെ ജയം, അവിടുന്ന് ജയിച്ചു വന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്നത്, അല്ലെങ്കിൽ ഇതിൽ വിജയിച്ചു വന്ന പാർട്ടികൾ, അവരുടെ നയം നിലപാടുകൾ, പരാജയപ്പെട്ട പാർട്ടികൾ, നമ്മളുടെ നേരെ മുമ്പിൽ നിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലം, ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ, അത് ചർച്ച ചെയ്യാനുള്ള സമയമാണ് അടുത്ത മണിക്കൂറുകൾ എന്നാണ് ഈ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം. റൈറ്റ്. അടുത്ത മണിക്കൂറുകൾ കൂടുതൽ ആഴത്തിലുള്ള വിശകലനങ്ങൾക്ക് കൂടി വേണ്ടിയുള്ളതാണ്. സനീഷ് ചേരും വ്യത്യസ്തരായ അതിഥികളുമായി ചർച്ച തുടരുകയും